കേറി വന്ന് മക്കളെ ഭോഗിച്ചാലും അമ്മയും കൂടി കൂടെ കൊടുക്കും എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ തിരിഞ്ഞു നിന്ന് നീ ഒന്നും ചോദിക്കുമോ? നീയൊക്കെ തിരിഞ്ഞു നിന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് ആ വിവരം കെട്ടവന്മാരെ ഇവന്മാരെ ലോകം മുഴുവനും പിടിച്ചടക്കുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കാം. ഇത് റീന അലക്സിനുള്ള മറുപടിയല്ല. അവർക്ക് മറുപടി പറയാനും മാത്രം നമ്മുടെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതിൽ ഇസ്ലാം അനുകൂലികളുണ്ട്, പ്രതികൂലികളുണ്ട്. ആരുമാകട്ടെ, കാര്യങ്ങളെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ചുരുങ്ങിയ വാചകത്തിൽ 1-2 ക്ലിപ്പിൻ്റെ അകമ്പടിയോടുകൂടി എന്താണ് ഇസ്ലാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഞാൻ ആ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു 3-4 മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങൾ തരണം. ബാക്കി നിങ്ങൾ കേൾക്കും. കൊടുക്കത്തില്ല, നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരന്മാരല്ലേ. അമ്മയെ ചോദിച്ച കൂട്ടത്തില് എന്തുവാ വസ്ത്രം ചോദിക്കുന്നതിനും പുതപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയെ ചോദിച്ചാൽ മോളെയും കൂടി കൊടുക്കുന്ന ആൾക്കാരല്ലേ ക്രിസ്ത്യാനി കുറെ കൂതറകള്. ഓടി ഓടി വാ കൊതമത് ഗോയാസേ യെരുശലേമിന്നും മടിയും വാങ്ങി ഓട് ഗോയാസേ. ഇങ്ങനെ നിങ്ങൾ വരിയായിട്ട് കൊതം മണത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ നല്ല കാര്യമായിട്ടൊരു വളി വിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഭാവനയിൽ, അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ വളി വിടരുത്, ഹറാമാണ്. ഇനി ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ചാനലിൽ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം നടന്ന പരാമർശം കൂടി നിങ്ങളൊന്ന് കാണും. നിലവിലും ക്രിസ്തുമതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെങ്കിലും ലോക ജനസംഖ്യയിൽ ക്രിസ്തുമതത്തെ ഇസ്ലാം മതം മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്യൂ റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നു. 2070 ലോക ജനസംഖ്യയിൽ ഇസ്ലാം മതം ഒന്നാമതെത്തും എന്നുള്ളതാണ് പ്യൂ റിസർച്ച് പറയുന്നത്. ഇനി മുസ്ലിങ്ങളുടെ ഈ അതിവേഗ വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് കാരണം? ഒരു ചെറിയ വിഭാഗം ആളുകൾ മുസ്ലിം മതത്തിലേക്ക് മതം മാറി ചെല്ലുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ 2 വീഡിയോ നിങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചിട്ടുണ്ടല്ലേ? ആദ്യത്തെ അശ്ലീലം പറഞ്ഞുകൊണ്ട്, ആക്ഷേപം പറഞ്ഞുകൊണ്ട്, ഒരു കുടുംബത്തിന് ഒന്നിച്ചിരുന്ന് കുട്ടികളോടൊപ്പം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഭാഷാപ്രയോഗം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പെണ്ണിൻ്റെ സംസാരമാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായത് കേട്ടിരിക്കാൻ അറപ്പുളവാക്കുന്നുണ്ടല്ലേ ആ ഭാഷ പ്രയോഗങ്ങൾ, അല്ലേ? നമുക്ക് വിയോജിപ്പുള്ളൊരു സമൂഹത്തെ നമ്മൾ വിമർശിക്കുമ്പോഴും മാന്യമായ ഭാഷ പ്രയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വിമർശിക്കേണ്ടത്. അതാണല്ലോ വിശ്വാസം നമ്മളിൽ തീർക്കേണ്ട പരിവർത്തനം. ഇല്ലെങ്കിൽ പിന്നെ അതിന് മതവിശ്വാസമല്ല പറയുക, ആനക്ക് പൊട്ടുന്ന മതവും നമ്മൾ പറയുക. ആ മത ഇളക്കം നമ്മൾ കണ്ടു. അതായത് ഇസ്ലാമിനോട് വിയോജിക്കുമ്പോഴും തൻ്റെ വിശ്വാസം മഹത്തരമാണെന്ന് പറയുന്ന ഒരാളുടെ വായിൽ നിന്ന് വരുന്ന ഭാഷാപ്രയോഗങ്ങളാണ്. അതായത് അവർ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രം അവരിൽ തീർത്ത പരിവർത്തനത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് അവരിൽ കാണുന്നത്. ഇനി ഇസ്ലാം ശരിയല്ല എന്നും പറഞ്ഞ് ഇസ്ലാം വിട്ടു പോയ മറ്റൊരു സ്ത്രീയെ കാണിച്ചു തരാം. അവരുടെ പേര് ഇന്നും മുസ്ലിം നാമമാണ്. ജാബിദ ടീച്ചർ എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്. അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതായത് നമ്മുടെ നബി പഠിപ്പിക്കാത്ത, നബി കളിക്കാത്ത ഒരു സൂമ്പ നമുക്കും വേണ്ട. ഏറ്റവും പ്രിയപ്പെട്ട 3 കളികളുണ്ട്, ബാത്തിലല്ല. ആ കളി സ്കൂളിൽ ഇപ്പൊ പഠിപ്പിക്കാൻ പറ്റുമോ ഉസ്താദേ? ഈ 2 സ്ത്രീകളുടെ വീഡിയോ നിങ്ങൾക്ക് കുടുംബസമേതം ഇരുന്ന് കേൾക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭാഷാ പ്രയോഗം. ഇതിൽ ആദ്യത്തെ ആൾ റീന അലക്സ്, അവർ ജന്മസിദ്ധമായി തന്നെ അവർ ഇസ്ലാം വിമർശകയാണ്. രണ്ടാമത്തെ ആൾ ഇസ്ലാമിൻ്റെ അകത്തുണ്ടായതായിരുന്നു. പിന്നീട് ഏറ്റവും നല്ല ജീവിതോപാധി എന്നുള്ളത് ഇസ്ലാം വിമർശനമാണെന്ന് മനസ്സിലാക്കി ആ രംഗത്തേക്ക് മാറിയാലാണ്. അവരുടെ ഭാഷാ പ്രയോഗവും, അതായത് ഇവർ 2 പേരിലും ഇവരുടെ പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് ഇസ്ലാമിൻ്റെ അകത്തേക്ക് വന്ന്, അഥവാ ക്രിസ്തുമതത്തിൽ ജനിച്ച് ജീവിച്ച് ഒടുവിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ബിജി തോമസ് എന്നായിരുന്നു. ഇപ്പോൾ ആസിയ മറിയം എന്നുള്ള പേര് സ്വീകരിക്കാൻ അതിനുള്ള പ്രോസസ്സ് നടക്കുന്നു. ആദ്യം ഞാൻ ക്രിസ്ത്യനായിട്ട് ഒരു 53 വർഷം മുമ്പ് ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്ത് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി, അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ പേര് മെഹദിയ മെർലിൻ മാത്യു. ഞാനൊരു റിവേർട്ടാണ്. പണ്ട് എൻ്റെ പേര് മെർലിൻ മാത്യു എന്നായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു. I became Muslim in my early 20s and I was introduced to another revert by a friend at college, and that revert and we ended up getting married, alhamdulillah. And alhamdulillahi rabbil alameen, Allah blessed us with 5 children and he blessed us with 7. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരിയുടെ ഇസ്ലാം അവരിൽ തീർത്ത പരിവർത്തനത്തിൻ്റെ പ്രതിഫലനം എന്നോളം അവരെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ കുടുംബസമേതം കേൾക്കാല്ലേ? എവിടെങ്കിലും അശ്ലീല പ്രയോഗം,
മോശമായ പ്രയോഗം, ദ്വയാർത്ഥം ഒന്നുമില്ലല്ലോ. എല്ലാവർക്കും ഇരുന്ന് ഒരുപോലെ കാണുകയും കേൾക്കുകയും ആസ്വദിക്കാൻ കഴിയുന്ന നന്മയുടെ സന്ദേശം. ഓക്കെ, ഇനി ഇസ്ലാമിൻ്റെ അകത്തുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പറയുന്നതുകൊണ്ട് കേൾക്കുക. ഒന്ന് നിങ്ങളുടെ താഴ്ന്നവരെ കണ്ടുനോക്കൂ. ഈ ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളെടുത്ത് കരുണ കാണിക്കുന്ന റബ്ബ് പറയുന്നുണ്ട്. അതായത് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് എത്ര കാലം കരുണ ദൈവം നിങ്ങൾക്ക് തരും. അപ്പൊ എന്ത് ചെയ്യാ, മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, സിമ്പിളായിട്ട്. അപ്പം ഇസ്ലാമിൻ്റെ അകത്തുള്ള പെൺകുട്ടിയുടെ വാക്ക് നിങ്ങൾ കേട്ടു. ഇത് നിങ്ങൾക്ക് കുടുംബസമേതം ഇരുന്ന് കേൾക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അശ്ലീലം, ദ്വയാർത്ഥം ഒന്നുമില്ല. മാന്യമായ സംസാരം, എല്ലാ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഉപയുക്തമായ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇസ്ലാം വിട്ട് ഇസ്ലാമിൻ്റെ പുറത്തേക്ക് പോയി ഇസ്ലാം വിമർശകനായ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗം നോക്കൂ. പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സുഡാപ്പി സുനിത സൂസു അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു 48 മണിക്കൂർ തരാം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ യൂട്യൂബറായ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരു യുവതിക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ആ കിടത്തും ആ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല എന്താണ് ആക്ടിങ് എന്ന്. ഓക്കെ, ഇനി ഇസ്ലാമിൽ ജനിച്ച് ഒരു വലിയ അതിസമ്പന്നനായ യൂസുഫ് അലി, അദ്ദേഹം ഒരു മതപണ്ഡിതനൊന്നും അല്ല കേട്ടാ, സാധാരണ ഒരു മുസ്ലിമായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സംസാരം കൂടി നമുക്ക് കേൾക്കാം. നമ്മൾ ഒരിക്കലും അഹംഭാവിയാകരുത്. മതം പറഞ്ഞു യാ തക്കബ്ബർ യാ. അഹംഭാവം നടിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അഹംഭാവം ആര് നടിക്കുന്നുവോ അവനെ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടും. നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കുക. മതം പറയുന്നു നീ സമ്പാദിക്കുന്നതിൽ 2.5% പാവപ്പെട്ടവൻ്റേതാണ്. നീ 100 ഉറുപ്പിക സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 ഉറുപ്പിക നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം, അതിൻ്റെ 2.5% നീ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് വൈറ്റ് മണിയാണ്. ഇതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇനി ആദ്യം നിങ്ങൾ കേട്ട വീഡിയോയിൽ റീന അലക്സ് പറഞ്ഞു കേട്ടില്ലേ, ഈ തീവ്രവാദികൾ ഭീകരവാദികൾ ലോകത്തൊക്കെ വളരുകയാണ്. അതിനുശേഷം ഹല്ലേലൂയ എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം, ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു, അങ്ങനെയാണ് ലോകത്ത് ഇസ്ലാം വളരുന്നത്, 2050-70 ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറുന്നത്. എന്തുകൊണ്ടാണ് എന്ന ആ ചോദ്യത്തിന് ഉത്തരം കാണുക എന്നുള്ളതാണ് ഞാനിവിടെ ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമാക്കിയത്. അതായത് ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ മതം എന്നതിന് ഒരു മനുഷ്യനിൽ പരിവർത്തനം തീർക്കാൻ കഴിയുന്ന, ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയുന്ന എന്താണോ ആ ടൂള്, അതാണ് മതം എന്നുള്ളത്. ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയാത്ത സാധനം അതിന് മതമെന്നല്ല, അതിന് ആരൊക്കെ പൊട്ടുന്ന മതമെന്നാണ് പറയേണ്ടത്. അങ്ങനെ നന്മയും സ്നേഹവും സത്യവും എവിടെയാണുള്ളത്, ചക്കരയിലേക്ക് ഈച്ച വന്ന് പൊതിയുന്നത് പോലെ അതിലേക്ക് ജനങ്ങൾ അടുക്കും. നിങ്ങൾക്ക് ഇക്കാലമത്രയും നിങ്ങളൊക്കെ വീഡിയോ ചെയ്തല്ലോ, ഒരു നല്ല വാക്ക്, അവനവൻ്റെ ഗ്രന്ഥത്തിലുള്ള ഒരു നന്മയുടെ വാക്ക് സമൂഹത്തിൽ പറയാനും പഠിപ്പിക്കാനും കഴിഞ്ഞു? ഇല്ല. മറിച്ച് എന്താ ചെയ്തത്? ലോകം മുഴുവനും ഒരു മതത്തെ തീവ്രവാദവും ഭീകരവാദവും ആക്കാൻ വേണ്ടി ഒരുപാട് എഫോർട്ട് എടുത്തു, ഒരുപാട് സമയം ചെലവഴിച്ചു. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ബ്രിട്ടനിലുള്ള അവസ്ഥ എന്താണ്? ബ്രിട്ടനിൽ ക്രൈസ്തവ ദേവാലയങ്ങളടക്കം ഇന്ന് ആരാധിച്ച ദേവാലയം പിറ്റേ ദിവസം എന്തായി തീരുന്നു എന്ന് നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അത് ക്രൈസ്തവ ചാനൽ അടക്കം ഞാൻ ആ ന്യൂസ് കണ്ടതാണ്. ഞാൻ പറയുന്നത് കൊണ്ടല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേദനിക്കാൻ പാടില്ല, അത്തരം ഭാഷാ പ്രയോഗം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെയാണ് ഇത്തരമൊരു കമ്മ്യൂണിറ്റിക്ക് ഇത്തരമൊരു മാർഗഭ്രമം സംഭവിക്കുന്നതെന്ന് അവരവർ ചിന്തിക്കുക. നമ്മൾ ഉൾക്കൊള്ളുന്ന നന്മയെ, ആ നന്മയുടെ പ്രത്യയശാസ്ത്രത്തെ, സ്നേഹത്തെ, സ്നേഹവചനത്തെ ജനങ്ങൾ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനുവാചകർക്ക് പ്രചരിപ്പിക്കുന്നതിന് പകരം വിദ്വേഷവും തോന്നിയവാസവും അശ്ലീലവും പരിഹാസവും കൊണ്ട് ആരെങ്കിലേക്ക് കീഴ്പ്പെടുത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തിന്മക്കും ആദ്യമൊക്കെ ഇതിങ്ങനെ സംഭവമായിട്ട് തോന്നുമെങ്കിലും അതിന് വളരാൻ കഴിയത്തില്ല. തിന്മക്ക് ഒരു സ്ഥലത്തും വളരാൻ കഴിയില്ല. താൽക്കാലികമായ ഒരു മേൽക്കോയ്മ ഉണ്ടാവും, പക്ഷേ അത് അവസാനം അസ്ഥിവാരം വരെ തോണ്ടി പോകുന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ തീവ്രവാദം ഭീകരവാദം എന്ന് പറയുന്നൊരു പ്രത്യയശാസ്ത്രം ലോകത്ത് എങ്ങനെയാണ് ഇത്രയും അധികം ജനങ്ങളിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷടയാളം ഞാൻ കാണുന്നതാണ്. തോന്നിവാസവും അശ്ലീലവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരാശയത്തെയും സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാൻ കഴിയത്തില്ല. നന്മയ്ക്ക് കഴിയൂ. ഒരു നല്ല വിശ്വാസത്തിനും നന്മയുടെ വിശ്വാസത്തിനും ശരിയുടെ പ്രത്യയശാസ്ത്രത്തിനുമേ
മനുഷ്യനെ നന്നാക്കാൻ കഴിയും. ഈ വീഡിയോ കാണുന്ന ആൾക്ക് എത്ര വ്യക്തമാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും.